കേജി 50 രൂപ എന്നാൽ ഇന്നെല്ലാം ഡിസ്കൗണ്ട് ആണോ? എല്ലാം ഡിസ്കൗണ്ട് ചെയ്തിരിക്കുക. ദിവസം തുടങ്ങുന്ന വെളുപ്പാക്കാലത്ത് 4:30 മണിക്ക് എണ്ണിക്കും. 4:30 മണിക്ക് എടുത്തിട്ട് പ്രാക്ടീസ് ഉണ്ട് എനിക്ക് ഡാൻസിൻ്റെ. പൂക്കട വന്നാൽ പിന്നെ പൂക്കെട്ട് പരിപാടി. അപ്പോൾ രാവിലെ വന്ന് അത് കെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10:30 മണി വരെ കൊച്ചുങ്ങളെ പഠിപ്പിക്കാനുണ്ട്. അത് പഠിപ്പിക്കുമ്പോൾ 10:30 മണിക്ക് അങ്ങോട്ട് പോകും. എനിക്ക് സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിലോട്ട് പോകും 10:30 മണി വരെ. ഇതാണ് എൻ്റെ ഡാൻസ് സ്കൂൾ കേട്ടോ. 10:30 മണിക്ക് കയറണ്ട, മണി 11 വാ എളുപ്പം വാ കേട്ട്. നമ്മളിത് ജീവിക്കാൻ കൊണ്ട് നടക്കുന്നതല്ലേ. കാരണം ഒന്നാമത് ഇപ്പോൾ രക്ഷപ്പെട്ടതും നമുക്കൊരു 10 രൂപ കാശ് എടുക്കാൻ പറ്റിയതും നമുക്ക് ഇതുകൊണ്ടല്ലേ. ഇതൊക്കെ എൻ്റെ ടീമുകളാ. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ കൊച്ചു പിള്ളേർ കേട്ടാ കമ്പനി. ഇവൻ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് കേട്ടോ. കാരണം ഇവനാണ് നമ്മുടെ ഏറ്റവും അടുത്ത വലം കൈ. കാരണം വെച്ചാൽ ഇപ്പം ഞാനിവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവനാണ് ഇതെല്ലാം നോക്കി നടന്നത്. അവളെ ഞാൻ ഇപ്പോൾ അമ്പലത്തിൽ പോയിട്ടില്ലേ, നമുക്ക് അമ്പലത്തിലോട്ട് പോവാം. വാ. എങ്ങനെ ദൂരമുണ്ടോ? ദൂരമില്ല, ഒരു ഇച്ചിരി ഉള്ളു. അടുത്തടുത്ത അമ്പലം. വാ കയറിക്കോ, എൻ്റെ വണ്ടി പോവാം നമുക്ക്. അണ്ണ ഇവിടെ നില്ല, ഞാൻ പോയി തൊഴുതിട്ട് വരല്ലേ. പോരാ ആദ്യമായിട്ട് ഞാനിവിടെ വരുന്നതെന്ന് പറഞ്ഞാലേ മാല കൊടുക്കാൻ വേണ്ടി വന്ന, അമ്പലത്തിൽ മാല കൊടുക്കാൻ വേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു വയസ്സെന്നൊരു വല്യമ്മ ഉണ്ടായിരുന്നു. ആ വല്യമ്മയ്ക്ക് പൂക്കച്ചവടം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മോനാണ് കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ മോൻ കെട്ടാനായിട്ട് ആൾ വന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് മോനെ 2 മാല കെട്ടിത്തരുമെന്ന് ചോദിച്ചു. അങ്ങനെ മാല കെട്ടാനായിട്ട് 2 മാല കെട്ടി കൊടുത്തത്. പിന്നെ ഞാൻ സ്ഥിരം വരുമ്പോൾ എൻ്റെ അടുത്ത് 2-3 മാല കെട്ടിച്ച് പിന്നെ അങ്ങ് അവിടുത്തെ കടയിൽ ആളായി. പിന്നെ ആ കടയിൽ മാത്രം ഞാൻ ഒരു 10-32 വർഷത്തോളം ഞാനങ്ങ് ജോലി ചെയ്ത്. ഇവിടെ ഈ മണ്ണിൽ തന്നെ ഒരു 10-32 വർഷത്തോളം ഞാനങ്ങ് ജോലി ചെയ്തു. പക്ഷേ പിന്നെ ഒരു കാര്യം, എൻ്റെ വീട്ടിൽ കലാകാരന്മാർ ആരുമില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഡാൻസ് ഫീൽഡിൽ ഇറങ്ങുന്നതും. എനിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സായാലും എന്തായാലും ഈ അമ്പലത്തിൽ നിന്നുള്ള എന്നുവെച്ചാൽ ആ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാണ് എനിക്ക്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ സ്വർഗ്ഗമാണ്. കാരണം ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് സ്വർഗ്ഗമെന്ന് പറയും. ഈ സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് നമ്മൾ നരകത്തിലോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇതെൻ്റെ സ്വർഗ്ഗമാണ്. കാരണം നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ, ലോകത്തെപ്പറ്റി ഒന്നും അറിയാതെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ കൂട്ടുകാരായി, അങ്ങനായി ഇങ്ങനായി അതൊക്കെയായി. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഡാൻസ് കളിക്കുന്ന സ്കൂളിലാണ് കേട്ടോ. സ്കൂളിൽ നമ്മളൊരു 2 കൊല്ലം ഞാൻ ഈ സ്കൂളിൽ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. രാധാമണി. നമ്മളെ എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുന്നതാണ് വായിക്കുന്നത് ഞങ്ങൾ അമ്മയാണ്. കാരണം പരിപാടി പല സമയങ്ങളിൽ ഞാൻ നിർത്താൻ പോകുമ്പോൾ എല്ലാം നിർത്താതെ എന്നെ നിർത്തിക്കാതെ പിന്നെ ചെയ്തോ എന്ന് പറഞ്ഞ പാർട്ടി അതാണ്ട് ഇരിക്കുന്നത് കേട്ടാ.